സ്നാക്സ് ഉണ്ടാക്കോ? സ്നാക്സോ? ഇന്ന് പൊതുവേ നല്ല മഴക്കാറുള്ള ദിവസമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഈവനിങ് വല്ല സ്നാക്സ് ഉണ്ടാക്കോ? സ്നാക്സോ? വല്ല സ്നാക്സ് ഉണ്ടാക്കോ പ്ലീസ്. രാവിലെ വേവിച്ച പയർ ഇരിപ്പുണ്ട്, ശർക്കരയുണ്ട്, പിന്നെ മൈദയുണ്ട്. നമുക്ക് സുഖിയൻ ഉണ്ടാക്കാം. നമ്മുടെ നാട്ടിൽ ശരിക്കും ഇതിനെ മോദകം എന്നാണ് പറയുക, സുഖിയൻ എന്നും പറയാറുണ്ട്. നമുക്ക് ഇത് മോദകമാണ് കേട്ടോ. അപ്പോൾ അതിനാദ്യം വേണ്ടത് പയർ വേവിച്ചതാണ്. അപ്പോൾ 1/4 കിലോ പയർ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. പിന്നെ 1/4 കിലോ ശർക്കര വേണം. അതിനെ നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കണം. ഒരല്പം വെള്ളം മാത്രമേ ചേർക്കാവൂ കേട്ടോ. അപ്പം വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കണം. അപ്പോഴേ അതിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ പോവുള്ളൂ കേട്ടോ. പിന്നെ ഒരു 1.5 കപ്പ് തേങ്ങ ചിരകിയത് വേണം. അതിനുശേഷം നമുക്കൊരു പാത്രം എടുത്ത് ചൂടാക്കി അതിലോട്ട് നമ്മൾ ഉരുക്കിയെടുത്ത് വെച്ചിരിക്കുന്നില്ലേ ശർക്കര ഒഴിക്കുക, പയറിടുക, നമ്മുടെ തേങ്ങ ഇടുക. ഇത് മൂന്നും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം, ഏലക്കാപ്പൊടിയും ചേർക്കാം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കണം എന്ന നിർബന്ധം ഇല്ല കേട്ടോ. അപ്പം ഞാനിതിൽ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഏലക്ക ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. അതായത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. കാരണം നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ഉരുട്ടിയെടുക്കുന്ന പരുവത്തിന് വേണം നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാൻ. നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരും ഇളക്കും തോറും. അതാണ് അതിൻ്റെ ഒരു പരുവം, കറക്റ്റായിട്ടുള്ള ഒരു പരുവം, ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത്. അപ്പം നല്ലോണം അത് നല്ല കട്ടിയാകുന്നത് വരെ നല്ലോണം ടൈം എടുത്ത് തന്നെ ഇളക്കണം കേട്ടോ. ഒത്തിരി തീ കൂട്ടി വെച്ച് ചെയ്യരുത്, ചിലപ്പോൾ അടിയിൽ പിടിക്കും. ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അപ്പോഴേക്കും അത് ചൂടാറിയതിന് ശേഷം മാത്രമല്ലേ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്, ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു കോഴിമുട്ടയാണ്. ഒരു കോഴിമുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് ഇതിലോട്ട് ആഡ് ചെയ്യും. കാരണം കോഴിമുട്ട ആഡ് ചെയ്താൽ എണ്ണ കുടിക്കത്തില്ല, അത് നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ മുട്ട ആഡ് ചെയ്യാറുണ്ട്. മുട്ടയും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. വെജിറ്റേറിയൻസിന് മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നന്നായിട്ട് മോദകം റെഡിയായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് വേണം ബാറ്റർ തയ്യാറാക്കാൻ. ഒരുമിച്ച് ഒഴിക്കരുത്, ലൂസായി പോയാൽ പിന്നെ നമുക്കത് കിട്ടത്തില്ല, നന്നായിട്ട് വരത്തില്ല മോദകം. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് ലൂസായാലും നമുക്ക് ആ ഒരു ഉരുളയുണ്ടല്ലോ ശർക്കരയും പയറും ഉള്ള, അത് നമുക്കിതിൽ മുക്കിയിടാൻ പറ്റത്തില്ല. ആ പയർ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഒത്തിരി ലൂസാവാൻ പാടില്ല. നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർക്കാം അല്ലേ? നെയ്യ് വേണമെങ്കിൽ ചേർക്കാം, അത് ഓരോരുത്തരുടെ ചോയ്സാണ്. നമുക്ക് നെയ്യ് ഇല്ലാതെ ഉണ്ടാക്കാം. ഇനി ബാറ്റർ തയ്യാറായി, ഇനി നമുക്ക് മറ്റത് ഉരുളകളാക്കി എടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ പയറും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് വെച്ച് ആ കൂട്ടുണ്ടല്ലോ നല്ല ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം ഉരുളകളാക്കി എടുക്കുകയാണ് കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രമേ ഉരുട്ടാവൂ, ഇല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളിപ്പോകും കേട്ടോ. അങ്ങനെ എല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷം എൻ്റെ ബാക്കി വന്നത് പാപ്പുന് വയലിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഒരു 10, 13, 14 ഉരുളകളോളം കിട്ടിയിട്ടുണ്ട്. ബാറ്റർ ഉണ്ട്. നമുക്ക് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകൾ എടുത്ത് നമുക്ക് ബാറ്ററിൽ മുക്കി ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് ഇടാം. അപ്പോൾ തിളച്ച എണ്ണയിലേക്ക് ഉരുളകൾ ബാറ്ററിൽ മുക്കി ഇട്ടിട്ടുണ്ട്. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആവുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ മോദകം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഒരുപാട് പാത്രങ്ങൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ, കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പെട്ടെന്ന് പോയി കഴുകി വെച്ചു. അപ്പോൾ സമാധാനത്തോടെ ഇരിക്കാമല്ലോ, കഴിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങളുടെ മോദകം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാപ്പിന് കൊടുക്കാം. എന്താ പറയുന്നതെന്ന് നോക്കാമല്ലോ. ഗായ്സ്, അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കട്ടെ.
ചുമ്മാ സത്യം സൂപ്പറാണോ? ടേസ്റ്റ് ഉണ്ട് നോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയണം. ഗായ്സ്, അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ. ബൈ.